പൂക്കൾ വളരുന്നത് ഇടിമുഴക്കത്തിന് ശേഷമല്ല, മഴയ്ക്ക് ശേഷമത്രേ. നിങ്ങളുടെ ജീവിതത്തെപ്പറ്റി നിങ്ങൾക്ക് നല്ല ഭാവിയെപ്പറ്റി വലിയ സ്വപ്നങ്ങൾ കാണും. പക്ഷെങ്കിൽ അത് എങ്ങനെ ചെയ്തെടുക്കാം എന്ന് നിങ്ങൾ അറിയാതിരിക്കുകയാണോ? പേടിക്കേണ്ട. ദൈവവചനം പറയുന്നു, മത്തായിയുടെ സുവിശേഷം 12:36, സദൃശവാക്യങ്ങൾ 15:4, 18:4, അപ്രകാരം തന്നെ എഫേസ്യ ലേഖനം 4:29 പറയുന്നു, കൃപയുടെ വാക്കുകൾ, ദൈവകൃപയിൽ നിന്നുകൊണ്ട് ശാന്തതയുടെ വാക്കുകൾ, അനുഗ്രഹത്തിന്റെ വാക്കുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തെ അത്ഭുതമാക്കും, അനുഗ്രഹമാക്കും, നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ സഹായിക്കും. ഒരിക്കൽ കൂടി പറയുകയാണ്, ഇടിമുഴക്കത്തിന്റെ ശേഷമല്ല പൂക്കൾ വിരിയുന്നത്, മഴയ്ക്ക് ശേഷം. നല്ല മഴയുടെ അനുഭവങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ, ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ, നിങ്ങളുടെ മാതാപിതാക്കളുടെ ബന്ധത്തിൽ, കുഞ്ഞുങ്ങളുടെ ബന്ധത്തിൽ, സഹോദരങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളൊരു മഴയുടെ അനുഭവമാണോ അതോ ഇടിമുഴക്കത്തിന്റെ അനുഭവമാണോ? മുൻകോപം അലങ്കാരമായി കൊണ്ടു നടക്കുന്ന കുറെ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. മുൻകോപം ഒരിക്കലും നല്ല ഭാവി വാഗ്ദാനം ചെയ്യുന്നില്ല. എന്നാൽ ശാന്തത, സദൃശവാക്യത്തിൽ മുമ്പേ പറഞ്ഞ പോലെ ശാന്തത ജീവവൃക്ഷമാണ്. ഒരു മനുഷ്യൻ തന്റെ നാവിനെ ബലത്തിൽ അവൻ മരണവും ജീവനും അവന്റെ നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. ഈ വാക്കുകളൊക്കെ പറയുന്നത് മഴയുടെ പോലെ തണുത്ത മനോഹരമായ ശാന്തതയുള്ള മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്ന വാക്കുകൾ നിങ്ങൾ സംസാരിക്കുക. നിങ്ങളുടെ ജീവിതം മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിലും. അതാണ് എഫേസ്യ ലേഖനം പറയുന്നത്, കൃപയുടെ വചനം പറയുമ്പോൾ നിങ്ങൾ പണിയുകയാണ്. മറ്റുള്ളവരുടെ ജീവിതത്തെയും നമുക്ക് ശാന്തതയോടെ നമുക്ക് വാക്കുകൾ ഉപയോഗിച്ച് നമുക്ക് മനോഹരമായി പണിയാം. നമ്മുടെ കുടുംബത്തെ, ബിസിനസ്സിനെ, ജോലിയെ, ഏത് മേഖലയുമായിക്കൊണ്ടേ ശാന്തതയുടെ വാക്കുകൾ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി പറയാണ്, ഇടിമുഴക്കത്തിന് ശേഷമല്ല മനോഹര പുഷ്പങ്ങൾ വിരിയുന്നത്, മഴയ്ക്ക് ശേഷം. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. God bless you. God bless you. God bless you.